അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം, അഹ്ലു ബൈത്തിനോടുള്ള പ്രിയം, അഹ്ലു ബൈത്തിനോടുള്ള ഹുബ്ബ്, ആ ഹുബ്ബ് ഹുബ്ബി വഹുബ്ബു അഹ്ലി ബൈത്തി, എന്റെയും എന്റെ മക്കളോടുമുള്ള സ്നേഹം അത് നിങ്ങളെ പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ 7 ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് രക്ഷയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു മരണസമയമാണ്, അത് ഖബറിലേക്ക് പോകുന്ന സമയമാണ്, അത് പുനർജീവിതത്തിന്റെ സമയമാണ്, അത് മഹ്ശറ വൻസഭയിൽ കിതാബ് നൽകപ്പെടുന്ന സമയമാണ്, അത് വിചാരണയുടെ സമയമാണ്, അത് സിറാത്ത് പാലം വിട്ടുകിടക്കുന്ന സമയമാണ്. ഇങ്ങനെ പ്രതിസന്ധികളുടെ 7 ഘട്ടങ്ങളിൽ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം, എന്നോടുള്ള ഹുബ്ബ് എന്ന് മാത്രം മുത്തു റസൂലുള്ളാഹ് പറഞ്ഞു നിർത്തിയില്ല. ഹുബ്ബി, എന്നോടുള്ള സ്നേഹം, എന്റെ കുടുംബത്തോടുള്ള സ്നേഹം, അത് 7 ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് രക്ഷയാണ്. ഖബർ രക്ഷപ്പെടണോ, മഹ്ശറ രക്ഷപ്പെടണോ, കിതാബ് വലത് കയ്യിൽ കിട്ടണോ? ഇമാമുനാ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആലുൻ നബി ദരിയതി വഹുമു ഇലൈഹി വസിലതി അർജു ബിഹിം യുതാഗദ ബിയദിൽ യമീനി സ്വഹീഫതി, എന്റെ വലത് കയ്യിൽ കിതാബ് ലഭിക്കാൻ എന്റെ കയ്യിലുള്ള ഏക ആശ്രയം അത് അഹ്ലു ബൈത്താണ്. അവരോടുള്ള സ്നേഹമാണ്, അവരോടുള്ള മഹബ്ബത്താണ്, അവരോടുള്ള പ്രിയമാണ്. അൽഹംദുലില്ലാഹ്, കൊയിലാണ്ടിയിലെ ജനങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. ഒരു കാലഘട്ടത്തിന്റെ യുഗപുരുഷനായി ജീവിച്ച മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുപ്പാപ്പ മുതൽ അവിടുന്ന് ഇങ്ങോട്ട് എത്ര സയ്യിദന്മാരാണ് ഈ നാട്ടിൽ ജനിച്ച് ജീവിച്ച് മരണപ്പെട്ടു പോയത്. അവരെയൊക്കെ സ്നേഹിക്കാനും, അവരെ ഹുബ്ബ് വെക്കാനും, അവരെ പ്രിയം വെക്കാനും, അവരെ ഇഷ്ടം വെക്കാനും ഈ നാട്ടുകാർക്ക് അല്ലാഹു അവസരം തന്നില്ലേ? അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രതിസന്ധിയുടെ 7 ഘട്ടങ്ങളിലും അല്ലാഹുവേ ഈ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹവും പ്രിയവും മഹബ്ബത്തും ഇഷ്കും ഞങ്ങൾക്ക് നീ ഒരു തുണയാക്കി തരണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് തുണയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഖബർ, ഞങ്ങളെ മഹ്ശറ, ഞങ്ങളെ വിചാരണ, ഞങ്ങളെ സിറാത്ത് പാലം, അതിന്റെ മുകളിലൂടെയുള്ള ആ സ്വർഗത്തിലേക്കുള്ള യാത്ര, ഈ ഘട്ടങ്ങളിലെല്ലാം അല്ലാഹുവേ നീ ഞങ്ങളെ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം കൊണ്ട്, ഹുബ്ബ് കൊണ്ട്, പ്രിയം കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീന പള്ളിയിലെ പരിശുദ്ധമായ മദീനയിലെ അതേ ജന്നത്തുൽ ബഖീയിലേക്ക് വരികയാണ്. ആരെയും കൊണ്ടാണ് വരുന്നത്? ആരെയും കൊണ്ടാണ് വരുന്നത്? സയ്യിദുനാ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പുന്നാര മകന്റെ ശരീരവുമായി ജന്നത്തുൽ ബഖീയിലേക്ക് വരികയാണ്. ഖബർ കുഴിക്കുന്നു. ഖബറിന്റെ സമീപത്തു നിന്ന് ആ ചെറിയ പിഞ്ചുമോന്റെ ശരീരം ഖബറിലേക്ക് എടുത്തു വെക്കുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പിതാവിന്റെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവണം. ആ ശരീരം ഖബറിലേക്ക് എടുത്തു വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലയോ പൊന്നുമോനെ ഇബ്രാഹിമേ, ഖബറിലേക്ക് വെച്ച് കഴിയുമ്പോ, ഖബറിൽ കിടക്കുമ്പോ അല്പസമയം അങ്ങ് കഴിഞ്ഞാൽ ഇദാ ജാകൽ മലക്കാനിൽ കരീമാനിൽ ഹായിലാനി ബിമുൻകരിൻ വനകീർ അലൈഹിമസ്സലാം. മുൻകർ വനകീർ അലൈഹിമസ്സലാം ഖബറിലേക്ക് വരും പൊന്നുമോനെ. അങ്ങനെ ഖബറിലേക്ക് വന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക, നിങ്ങളുടെ റബ്ബാരാണ്? വമൻ നബിയുക, നിങ്ങളുടെ നബി ആരാണെന്ന് ചോദിക്കും മോനെ. അപ്പോൾ പൊന്നുമോൻ മറുപടി പറയണം, അല്ലാഹു റബ്ബി,
അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് മറുപടി പറയണേ. മുഹമ്മദുർ റസൂലുള്ളാഹ് അബീ, എൻ്റെ ഉപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എൻ്റെ നബി എന്ന് മറുപടി പറയണേ പൊന്നുമോനെ. ഇതങ്ങ് കേൾക്കേണ്ട താമസം ഖബറിന്റെ സമീപത്ത് നിന്ന് ഒരു പിഞ്ചുകുട്ടിയെ പോലെ അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുകയാണ്. ചോദിക്കുന്നു അല്ലാഹുവിന്റെ റസൂല്, എന്തിനാണ് ഉമർ തങ്ങളെ നിങ്ങൾ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ പൊന്നാര പൊന്നുമോനെ ഖബറിൽ വെച്ചിട്ട് നബിയാരാണെന്ന് ചോദിക്കുമ്പോ എൻ്റെ ഉപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എൻ്റെ നബിയെന്ന് ആ പൊന്നുമോന് മറുപടി പറയാൻ കഴിയുമല്ലോ. ഈ ഉമർ എന്താണ് മറുപടി പറയേണ്ടത്? എനിക്ക് തിരിയുന്നില്ല നബിയേ, അത് ചിന്തിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സമയത്ത് മുഅ്മിനീങ്ങളെ, നമ്മളും എന്താണ് മറുപടി പറയുക? അഹ്ലു ബൈത്താകുന്ന മുത്തുനബിയുടെ പേരക്കുട്ടികൾക്ക് ഖബറിൽ വെച്ച് പറയാമല്ലോ, എൻ്റെ ഉപ്പാപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഞങ്ങളുടെ നബിയെന്ന് അവർക്ക് പറയാൻ കഴിയുമല്ലോ. അല്ലാഹുവേ, അവരുടെ ബറക്കത്ത് കൊണ്ട് നിങ്ങളെ ഖബർ ജീവിതം നീ രക്ഷപ്പെടുത്തണേ അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ അവസാന സമയം നന്നാക്കി തരട്ടെ. അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം, അഹ്ലു ബൈത്തിനോടുള്ള പ്രിയം, അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്ത്, ആ മഹബ്ബത്ത് നാൾക്ക് നാൾ വർദ്ധിക്കണം. ആ മഹത്തായ വലിയ ഭാഗ്യം ലഭിച്ച നാടാണ് ഈ കൊയിലാണ്ടി. അൽഹംദുലില്ലാഹ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന സാദാത്തുക്കളിലെ സയ്യിദു സാദാത്ത്, സാദാത്തുക്കളുടെ കാരണവരായ സയ്യിദ് അലി ബാഫഖി തങ്ങൾ